ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ 5ാം ദിവസമായ ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ അതിമനോഹരമായ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് രൂപത്തിലാണ് ദർശനം നൽകിയത്. ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ കീഴ്ശാന്തിയായിട്ട് തിടമ്പും ഓടക്കുഴലും ഒക്കെ പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നത്തെ അലങ്കാരം. ഉത്സവ ബലിക്ക് തയ്യാറായി നിൽക്കുന്ന കീഴ്ശാന്തിയുടെ ഭാവത്തിലാണ് ഉണ്ണിയിരിക്കുന്നത്. ഗജവീരൻ രവികൃഷ്ണൻ്റെ പുറത്തിരുന്ന് ശ്രീഭൂതബലി തൂവാൻ പോകുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. കീഴ്ശാന്തി കണ്ണൻ എന്ന് പറയാം. ഗജവീരൻ്റെ പുറത്തെഴുന്നള്ളുന്ന നമ്മുടെ കീഴ്ശാന്തി കണ്ണനാണെന്ന്. കളഭത്തിൽ തീർത്ത ആനയുടെ രൂപം തന്നെ നോക്കി നോക്കൂ. നെറ്റിപ്പട്ടോ കഴുത്തിലെയും കാലിലെയും ചുവന്ന മണികളും ഒക്കെ അത്ര കൃത്യമായിട്ടാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. ആനയുടെ തുമ്പിക്കൈയും കൊമ്പുകളും ഭഗവാന്റെ പാദങ്ങൾക്ക് ചുവട്ടിൽ ഇങ്ങനെ വിനയാന്വിതനായിട്ട് നിൽക്കുകയാണ് രവികൃഷ്ണൻ. ആനപ്പുറത്ത് 2 കാലുകളും ഇരുവശത്തേക്കുമായി തൂക്കിയിട്ടിട്ട് പട്ടുകോണകവും കിങ്ങിണിയും ഒക്കെ ചാർത്തിയിരിക്കുന്ന ആ രൂപം ഏതൊരു ഭക്തൻ്റെയും കണ്ണു നിറയ്ക്കുന്ന രൂപമാണ്. ഭക്തിയുടെ സന്തോഷത്തിൻ്റെ കണ്ണു നിറയലാണ് കേട്ടോ. അരയില് പൊൻകിങ്ങിണികൾ മുട്ടുകാലുകളിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കാലുകളിൽ ചാർത്തിയ പൊൻതളകൾ സൂര്യപ്രകാശേറ്റ് തിളങ്ങണ പോലെയാണ് ഇരിക്കുന്നത്. വലത് കയ്യിൽ ലോകത്തെ മയക്കണ ഓടക്കുഴലുണ്ട്. ഇടത് കയ്യിൽ എന്താണ്? വിശേഷപ്പെട്ട തിടമ്പാണ്. ശ്രീഭൂതബലി തൂവാനായി പോവാണ് കണ്ണൻ. സാധാരണയായിട്ട് കീഴ്ശാന്തി നമ്പൂതിരി ചെയ്യണ പോലെ ഭഗവാൻ തന്നെ തൻ്റെ ഭൂതഗണങ്ങൾക്ക് ബലി തൂവാൻ തയ്യാറെടുത്ത് പോവുകയാണ്. ഗോപിക്കുറിയും സ്വർണത്തോടെയും അണിഞ്ഞ് തിരുമുഖത്ത് വിരിയുന്ന മന്ദഹാസം നോക്കി നോക്കൂ. ആ ഉത്സവത്തിൻ്റെ ആവേശം അതേപോലെ ഉണ്ണിയുടെ കണ്ണുകളിൽ നന്നായിട്ടുണ്ട്. ഭഗവാന്റെ ശിരസിൽ ചാർത്തിയ പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് വെളുത്ത പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും കോർത്ത മാലകളാണ് അലങ്കരിച്ചിട്ടുള്ളത്. അതിനു പുറമെ കഴുത്തിൽ നിന്ന് മാറിലേക്ക് പടർന്നു കിടക്കുന്ന തടിച്ച ഉരുണ്ട ഉണ്ടമാലകളുണ്ട്. തെച്ചി, തുളസി, താമര എന്നിവയാൽ നിർമ്മിതമായിട്ടാണ് ഈ ഉണ്ടമാലകൾ ഭഗവാന്റെ മാറിൽ വിരിഞ്ഞു നിൽക്കുന്നത്. സർവ്വലോകങ്ങളുടെയും നാഥനായ ഗുരുവായൂരപ്പൻ ഒരു സാധാരണ സേവകനെ പോലെ തടമ്പ കയ്യിലേന്തി വരുന്നത് അഹങ്കാരമില്ലായ്മയുടെ പാഠമാണ് പറഞ്ഞു തരുന്നത്. നീ നിന്റെ കർമ്മം ഭക്തിയോടെ ചെയ്യ, ഞാൻ നിനക്ക് കൂട്ടുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് തോന്നും. ആനപ്പുറത്തിരുന്ന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ ഓടി രക്ഷിക്കാനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ശ്രീഭൂതബലിയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. നിത്യവും രാവിലെ 11-നും രാത്രി 8-നുമാണ് ശ്രീഭൂതബലി പ്രദക്ഷിണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവാറുള്ളത്. ആനയോട്ട ജേതാവായിട്ട് വന്നുള്ള നമ്മുടെ രവികൃഷ്ണൻ ആനയുടെ കൊമ്പൻ്റെ മുകളിൽ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് വഹിച്ചിട്ടാണ് ഈ ശ്രീഭൂതബലി ചടങ്ങ് നടത്തുക. ക്ഷേത്രം ഓദിക്കൻ പരിവാര ദേവതകൾക്ക് ബലി തൂവി മുന്നിലിങ്ങനെ നീങ്ങും. പിന്നാലെ ആനപ്പുറത്ത് ഗുരുവായൂരപ്പനും ഉണ്ടാവും. തൻ്റെ ഭൂതഗണങ്ങൾക്ക് ബലി തൂവണത് കാണാൻ ഭഗവാനും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒപ്പം നാമജപങ്ങളായിട്ട് ഭക്തജനങ്ങളും ഉണ്ടാവും. ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണമായി കഴിഞ്ഞാൽ ആനയും ഭക്തരും ഓട്ടപ്രദക്ഷിണം എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. ശ്രീഭൂതബലിയുടെ 5ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് തിടമ്പ് ഇറക്കി വെച്ച് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിലേക്കാണ് മാറ്റുക. പിന്നീട് അർദ്ധരാത്രിയിലെ വിളക്കെഴുന്നള്ളിപ്പ് വരെ ഗുരുവായൂരപ്പൻ അലങ്കാരങ്ങളുടെ പ്രൗഢിയിൽ പഴുക്ക മണ്ഡപത്തിലാണ് ഉണ്ടാവുക. ശ്രീഭൂതബലി എന്താണ് എന്നുള്ളത് ഇപ്പോൾ അലങ്കാരം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണ് എന്നുള്ളതൊന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന നാമം അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുമ്പോൾ, ആനപ്പുറത്തിരിക്കുമ്പോൾ ഈ കൊച്ചുണ്ണിയെ മനക്കണ്ണിൽ നമുക്ക് ധ്യാനിക്കാം. നാളെ ആറാട്ടിനായിട്ടൊരുങ്ങുന്ന ഭഗവാൻ ഇന്ന് കീഴ്ശാന്തി ഭാവത്തിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരികയാണ്. നമുക്ക് ഉറക്കെ എല്ലാവർക്കും ഒരുമിച്ച് ഭഗവത് നാമം ജപിക്കാം.
നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.